രാജമല്ലിമരം പൂത്തുവിലസും പോലെ രാജൽ കരകേസരങ്ങൾ വീശിടുന്ന ദൂരത്തൊരു രാജമല്ലിമരം പൂത്തുവിലസും പോലെ രാജമല്ലിമരം പൂത്തുവിലസും പോലെ. പെട്ടെന്ന് പുറത്തൊരു കാൽപര്യമാറ്റം കുമാരനാശാൻ നോക്കി. അത് ധൃതിയിൽ നടന്നു വരികയാണ് സത്യദേവൻ. സത്യദേവന്റെ കയ്യിൽ ആശാൻ തലേ ദിവസം കൊടുത്ത ആ നോട്ട് പുസ്തകവും മുറുകി പിടിച്ചിട്ടുണ്ട്. ആശാന്റെ മുമ്പിൽ കിതപ്പോടെ വന്നു നിന്നിട്ട് മുഖമുറി ഒന്നും കൂടാതെ സത്യദേവൻ സംസാരിച്ചു തുടങ്ങി. ആശാനെ, ഞാൻ ഈ ചണ്ടാല ഭിഷുകി 3 ആവർത്തി വായിച്ചു. അപ്പോൾ മുതൽ എനിക്ക് ഇരിക്കപ്പെടുന്നത് ഇല്ലാതായിരിക്കുകയാണ്. ഇതെഴുതിയ ആശാനെ ഒന്ന് കാണണം, സംസാരിക്കണമെന്ന്. എത്ര മനോഹരമായ കവിതയാണ് ആശാൻ ഇത്. വിപ്ലവം സൃഷ്ടിക്കുന്ന ആശയം. ഈ ദുഷിച്ച ജാതി വ്യവസ്ഥിതിയുടെ കരണത്ത് ആശാൻ വാക്കുകൾ കൊണ്ട്, അക്ഷരങ്ങൾ കൊണ്ട് ഞാൻ അടിക്കുകയാണ് ഈ കവിതയിലൂടെ. കുമാരനാശാൻ നിശബ്ദനായി സത്യദേവൻ പറയുന്നത് കേട്ടിരിക്കുന്നു. ആശാന് ഈ സത്യദേവനെ നേരത്തെ അറിയാം. സത്യദേവൻ എന്ന നീലകണ്ഠൻ ഒരു ഹരികഥാകാരൻ മാത്രമല്ല, തമിഴ്നാട്ടിൽ പോയി സംഗീതം പഠിച്ച ആളാണ്. മലയാളവും തമിഴും ഗുജറാത്തിയും കന്നഡയും സിംഹള ഭാഷയും ഒക്കെ ഈ സത്യദേവന് ഒരുപോലെ വഴങ്ങും. മാത്രമല്ല, സത്യദേവൻ നല്ലൊരു കവിത ആസ്വാദകനും വിമർശകനും ഒക്കെയാണ്. സത്യദേവന്റെ സംസാരം തുടരുന്നു. ആശാനെ, ഇത് വായിച്ച പലരും എന്നോട് പറഞ്ഞത് മാതങ്കിക്ക് ആനന്ദ ഭിഷുവിനോട് പ്രണയം തോന്നിയത് കൊണ്ടാണ് വീട് വിട്ട് ഭിഷുവിന്റെ കാൽപ്പാടുകൾ തേടി പിറ്റേ ദിവസം പോയതെന്നാണ്. ഒരു മുൻവിധിയോടെ വായിച്ചത് കൊണ്ടാവും ആശാനെ. എനിക്കും ആദ്യ വായനയിൽ അങ്ങനെ തന്നെ തോന്നി. പക്ഷേ രണ്ടാമതൊന്ന് വായിച്ചപ്പോ ഒരു ഭാഗത്ത് എന്റെ മനസ്സ്